കർക്കിടമായില്ലേ, ഇനിയെങ്കിലും വീടൊന്ന് വൃത്തിയാക്കണ്ടേ? എന്റെ കർത്താവ് ഈ അമ്മയുടെ പറച്ചിലോട്ടൊന്നും കർക്കിടകം ആദ്യമായിട്ട് വരികയാണ്. ഇതിനു മുമ്പ് കർക്കിടകം വന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ ആചരിച്ചിട്ടുമുണ്ട്. ഓ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അമ്മയുടെ പറച്ചിലോട്ട് ഞാൻ പറഞ്ഞോളൂ. കുറേ ദിവസം സമാധാനം ഉണ്ടായിരുന്നു, മനുഷ്യന്റെ സ്വസ്ഥത. എന്താണ് ഞാനേ രാമായണത്തിലെ ഒരു മന്ത്രം പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നെ, ക്രിസ്മസിന് പോലും പള്ളിയിൽ പോകാത്ത ഞാൻ രാമായണത്തിൽ ഒരു മന്ത്രം പറയുന്നത്. എന്റെ പൊന്നെ, പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് ഇങ്ങനെ വൃത്തിയാക്കിയോണ്ട് ഈ വീട് വൃത്തിയാവൂല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളെ വിളിച്ച് നന്നായിട്ട് വൃത്തിയാക്കണം. അങ്ങനത്തെ ടീമുകളെ ഇവിടെ താമസിച്ചിരുന്നത്. എന്റെ പൊന്നു ക്ലീറ്റോ, നിങ്ങൾ ഇതുവരെ ഇത് വിട്ടില്ലേ ക്ലീറ്റോ? അതുങ്ങളെ വെറുതെ വീട്, അവരവിടെ താമസം തുടങ്ങി. ഓ വേണ്ട, വല്ല കീടനാശിനി വാങ്ങിച്ച് തളിച്ചിട്ട് വേണം ഇത് വൃത്തിയാക്കാൻ. അയ്യേ, നിന്റെ താഴത്തെ വീട്ടിൽ, അല്ലാതെ ഇവിടെ അല്ല. അപ്പൊ അമ്മ ഉദ്ദേശിച്ചത് ഞാൻ കീടം, അവിടെ താമസിക്കണം, ഞാൻ കീടം. അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ കീടമാണ്. ശരി ശരി. എന്റെ പൊന്നോ, അമ്മതേ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തുടച്ചു, അങ്ങോട്ട് നോക്കണ്ട. ചൂലെന്താ വേറെ ഉണ്ടായല്ലോ. അമ്മാവിടെ പടി തങ്കം. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ ക്ലീറ്റോ, എനിക്കറിയാം. സഹോദരനാ അവനെ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിരിക്കുക. അറിയാമോ? രാമായണ മന്ത്രം വായിക്കാൻ അറിയാമോ? അപ്പൊ അയാള് കുളിക്കണമെങ്കിൽ കർക്കിടകം പറഞ്ഞല്ലേ, കുളിക്കൂലെന്ന് തോന്നുന്നു പറഞ്ഞില്ല. നീ അതും ഇല്ലല്ലോ. ഇവിടെ ഒന്ന് വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞാ ഈ രണ്ടും കൂടെ കിടന്ന് എന്റെ നേരെ കുത്തു കയറി. ഒന്നുമില്ല എന്റെ അമ്മാവോ, അമ്മയ്ക്ക് ഇത് ഇപ്പൊ തന്നെ അയ്യോ, ഞാൻ കീടം, ഞാൻ പുറമ്പോക്ക്. നമ്മൾ ഇതിലൊന്നും കൊള്ളൂല. എന്റെ മോനെ അഴകേശാ, നീ അവന്റെ വർത്താനം കേട്ടൊക്കെ നിന്റെ അളിയന്റെ ഈ ഫോട്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്. ഈ അളിയന്റെ ഫോട്ടോ ഞാനോ? അളിയന്റെ ഫോട്ടോയെ അളിയൻ തന്നെയാണ് വൃത്തിയാക്കേണ്ടത്. അതെ, മരുവനും ആവാം അമ്മാമന്റെ ഫോട്ടോ. ഞാനതിൽ തൊട്ടില്ല, അത് കീടം. ഞാൻ തൊട്ടാൽ അത് നാശമായി പോകും, കീടനാശി. ഒരു നനഞ്ഞ തുണി എടുത്ത് വെച്ചേ. നല്ല നല്ല പുതിയ തുണി എടുക്കും. ഇപ്പൊ എങ്ങനെ തുടച്ചാലും അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതങ്ങനെ അങ്ങ് ഇരുന്നോട്ട്. ലോകത്ത് വേറെ ആർക്കും ഇല്ല പുച്ഛം മുഴുവൻ അവിൽദാരും അവന് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ. എന്ത് പറഞ്ഞാലും എന്താ അളിയനായി പോയില്ലേ? അല്ല, ഈ മുതലുകൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ ചെയ്യും. പിന്നെ കഞ്ഞി എങ്ങനെയുണ്ട്? അമ്മാവ മുഖത്ത് നോക്കിയ ഞാൻ വർത്താനം പറയല്ലേ. എടാ, ഞാൻ അതല്ല പറഞ്ഞേ. കഞ്ഞി എങ്ങനെയുണ്ട് എന്നാ വെച്ചു.